സ്നേഹമുള്ളവരെ, ചരിത്ര പ്രസിദ്ധമായ കൊരട്ടിമുത്തിയുടെ തിരുനാൾ ആഘോഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഒക്ടോബർ മാസം 9-ാം തീയതി കൊരട്ടിമുത്തിയുടെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള കൊടിയേറ്റം നടക്കുകയാണ്. വൈകിട്ട് 4 മണിക്ക് ലതീഞ്ഞും പ്രാർത്ഥനയോടുകൂടെ കൊടിയേറ്റത്തിലേക്ക് കൊടിയേറി തിരുനാളിന്റെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കൊരട്ടിയുടെ ടൗൺ കപ്പേളയിലേക്ക് പ്രദക്ഷിണമായി പോയി അവിടെ ബലിയർപ്പിച്ച് തിരിച്ചു വന്ന ആഘോഷമായ ബാക്കി ദിവസങ്ങളിൽ 12-13 ദിവസങ്ങളിലാണ് തിരുനാളിന്റെ അതിസുപ്രധാനമായ ദിവസങ്ങൾ. അതിൽ 13-ാം തീയതി രാവിലെ അത്ഭുത തിരുസ്വരൂപം, പരിശുദ്ധ കൊരട്ടിമുത്തിയുടെ തിരുസ്വരൂപം വെളുപ്പിന് 4 മണിക്ക് ജപമാലയും 4:30 മണിക്ക് ദിവ്യകാരുണ്യ ആരാധനയും തുടർന്ന് വിശുദ്ധ ബലിയും അതിനുശേഷം കൊരട്ടിമുത്തി അമ്മയുടെ തിരുസ്വരൂപം പരസ്യവണക്കത്തിനായിട്ടും പ്രദക്ഷിണത്തിനുമായിട്ട് അൽത്താരയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങള് കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാൻ വേണ്ടി വന്നു ചേരുന്ന ആ വലിയ മുഹൂർത്തത്തിന് വേണ്ടിയിട്ട് കൊരട്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തിരുനാൾ കമ്മിറ്റിക്കാരും കൺവീനർമാരും കൈക്കാരന്മാരും ഒരുപോലെ ഈ തിരുനാളിന്റെ ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു. പഞ്ചായത്ത് അധികാരികള്, മുനിസിപ്പാലിറ്റി അധികാരികള്, കോർപ്പറേഷൻ ആളുകള്, അതുപോലെ തൃശ്ശൂർ കളക്ടറ്, പോലീസ് ഉദ്യോഗസ്ഥര് എല്ലാവരും അവരുടേതായ സഹായ സഹകരണങ്ങള് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കൊരട്ടിയെ സംബന്ധിച്ച് കൊരട്ടിയുടെ ദേശീയ ഉത്സവമാണ് ഈ തിരുനാള്. 1 മാസം നീണ്ടു നിൽക്കുന്ന ഈ തിരുനാളിലേക്ക് 18-ാം മഠത്തിലും 15-ാം മഠത്തിലും ഒരുപോലെ ജനങ്ങൾ വന്നുകൂടുന്ന ഈ വലിയ തിരുനാൾ ദിനത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം അപേക്ഷിക്കാൻ, അമ്മ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം ഏതൊരു മകനെയും അമ്മയിലേക്ക് അടുപ്പിക്കുന്നു എന്നുള്ളത് തന്നെ. അമ്മയുടെ സാന്നിധ്യമാണ് എല്ലാ മക്കളെയും വളർത്തുന്നത്. കൊരട്ടിമുത്തി എന്ന് വിളിക്കുന്ന ഈ അമ്മ അറിഞ്ഞു വിളിക്കുകയാണ് ഓരോ മക്കളെയും. എൻ്റെ അടുക്കൽ വരിക, കർത്താവിലുള്ള വിശ്വാസത്തിൽ വളരാൻ ഞാൻ നിങ്ങളെ പ്രാപ്തരാക്കാം. അമ്മയുടെ അടുക്കലേക്ക് അടുക്കുന്നവരെല്ലാവരും ഈശോയിൽ വളരുകയാണ് എന്നുള്ളത് പരമമായ സത്യം. പൂവങ്കുല നേർച്ചയായിട്ട് സമർപ്പിക്കാൻ മുട്ടിന്മേലിഴഞ്ഞ പരിശുദ്ധ അമ്മയുടെ നടക്ക് അൽത്താര ബലിയുടെ മുമ്പിലേക്ക് വന്നു നിന്ന് അമ്മയുടെ അടുക്കൽ കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപിടി ജനങ്ങളുടെ ആ വലിയ രോദനം ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ കേൾക്കുന്നു. എല്ലാവരെയും അമ്മയുടെ ഈ തിരുനാൾ ആഘോഷത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. തിരുനാൾ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. സ്നേഹം നിറഞ്ഞവരെ, എല്ലാ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും അത്ഭുത പ്രവൃത്തിയായ കൊരട്ടിമുത്തിയുടെ തിരുനാളിന്റെ ഒരുക്കങ്ങൾ ഏതാണ്ട് തീർന്നു കഴിഞ്ഞു. ഈ വരുന്ന ബുധനാഴ്ച വൈകിട്ട് 4 മണിയോടുകൂടി കൊടികയറ്റം, അത് കഴിഞ്ഞാൽ 12-ാം തീയതി 13-ാം തീയതി തിരുനാള്, അത്ഭുത പ്രവൃത്തിയായ കൊരട്ടിമുത്തിയുടെ രൂപം എഴുന്നള്ളിക്കൽ, അതുപോലെ തന്നെ 8-ാം മഠം 19-20 ദിവസങ്ങളിൽ 8-ാം മഠം, 26-27 ദിവസങ്ങളിൽ 15-ാം മഠം. തീർച്ചയായിട്ടും അതിന്റെ ഒരുക്കങ്ങൾ എന്ന് പറയുമ്പോൾ കളക്ടർ മുതൽ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങി പഞ്ചായത്ത് എല്ലാ മേഖലകളിലും നമ്മൾ അവരുടെ സഹായ സഹകരണങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്. ഇവിടേക്ക് വരുന്ന തീർത്ഥാടകർക്ക് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് കൊരട്ടി ജംഗ്ഷനിൽ തന്നെയുള്ള കോച്ചിന്റെ സ്ഥലവും MAM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വലിയ ഒരു ഗ്രൗണ്ടും പാർക്കിങ്ങിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു 10 ഏക്കർ സ്ഥലം പാർക്കിങ്ങിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ കുഞ്ഞലിക്കെട്ട് ജംഗ്ഷനിൽ ഏതൻ ടവറിനടുത്ത് അത്യാവശ്യം 10-50 വണ്ടികൾ ഇടാവുന്ന പാർക്കിംഗ് ഉണ്ട്. ദേവമാത ഹോസ്പിറ്റലിൽ നിന്ന് ആ ഭാഗത്ത് കൂടെ വരുമ്പോൾ അവിടെ ഒരു 6 ഏക്കർ സ്ഥലം പാർക്കിങ്ങിനായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് നമ്മുടെ ശുചിത്വം, മാലിന്യ സംസ്കരണം, മറ്റുള്ള കാര്യങ്ങൾക്ക് പഞ്ചായത്ത് പൂർണ്ണ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും SP തുടങ്ങി DSP, കൊരട്ടി SHO എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്നേഹത്തോടെ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പള്ളിയിലെ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട ബാൻഡ് മേളം, വളണ്ടിയേഴ്സ് 290ഓളം വളണ്ടിയേഴ്സ് സജ്ജമായി കഴിഞ്ഞു. മാതാവിന്റെ നേർച്ചയായ പൂവങ്കുല നേർച്ച തമിഴ്നാട്ടിൽ നിന്നും ഓർഡർ കൊടുത്തിട്ടുണ്ട്. മിക്കവാറും ബുധനാഴ്ചയോടുകൂടി തന്നെ കൊടിയേറ്റത്തിന്റെ അന്ന്
അന്ന് തന്നെ ബുധനാഴ്ചയോടുകൂടി തന്നെ നേർച്ചക്കൊലകൾ എത്തി തുടങ്ങും. അതോടൊപ്പം വെള്ളിയാഴ്ച ഇടവകയിലെ വിശ്വാസികളുടെ നേർച്ച കാഴ്ച സമർപ്പണം. അത് വെള്ളിയാഴ്ച ആയിരക്കണക്കിന് നേർച്ചക്കൊലകൾ അന്ന് കൊട്ടിമുത്തിയുടെ നടയിൽ കാഴ്ച സമർപ്പിക്കും. അതുപോലെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും കച്ചവടക്കാരുടെ കാര്യങ്ങളിലായാലും അവരുടെ മറ്റുള്ള പ്രാഥമിക ആവശ്യങ്ങളായാലും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, ട്രാൻസ്പോർട്ട്, വെഹിക്കിൾ ഇൻസ്പെക്ടർമാര്, KSEB, ഇറിഗേഷൻ, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും എല്ലാ സഹായവും ഈ തിരുനാളിന് അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവരവരുടെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. തിരുനാൾ ഏറ്റവും ഭംഗിയായിട്ട് നടക്കും. എല്ലാ വിശ്വാസികളെയും കൊട്ടിമുത്തിയുടെ ഈ തിരുസന്നിധിയിലേക്ക് ഹാർദവമായിട്ട് ക്ഷണിക്കുകയും കൂടി ചെയ്യുകയാണ്. കൊട്ടിമുത്തിയുടെ അത്ഭുത രൂപം അത് എടുത്തു വെക്കുന്ന 13-ാം തീയതി രാവിലത്തെ കുർബാനയോടുകൂടിയാണ് അത്ഭുത രൂപം എടുത്തു വെക്കുന്നത്. വർഷത്തിൽ ഒരിക്കലും മാത്രം നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന ആൾക്കാരിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന രൂപമാണ് അത്ഭുത രൂപം. അത് വണങ്ങുവാനായിട്ട് 5 മണി കുർബാനയ്ക്ക് 2 മണിക്ക് തുടങ്ങി തന്നെ പള്ളികൾ നിറച്ച് ഭക്തജനങ്ങളായിരിക്കും. അതൊരു ആധ്യാത്മികമായിട്ട് വളരെയധികം ഒരു നിർവൃത്തി ഭക്തജനങ്ങൾക്ക് നൽകുന്ന ഒരു ഇതാണ്. ആ കുർബാനയെ തുടർന്നാണ് അത്ഭുത രൂപം നമ്മൾ പരസ്യ വണക്കത്തിനായിട്ട് രൂപരയിൽ വയ്ക്കുക. തുടർന്ന് ആ രൂപങ്ങൾ തന്നെ നാലങ്ങാടി ചുറ്റുള്ള ഒരു പ്രദർശനം കൂടിയുണ്ട്. വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉള്ള ഒരു ഇതാണത്. മറ്റു ദിവസങ്ങളിൽ വേറെ രൂപമാണ് ഇരിക്കുക. ആനക്കൊമ്പിൽ തീർത്ത ഒരു അത്ഭുത രൂപമാണത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രാധാന്യം പ്രദർശനത്തിനും ഒപ്പം തന്നെ ഈ രൂപരയിലുള്ള രൂപം മുക്കാനുമായിട്ടും അഭൂതപൂർവമായ തിരക്ക് രാത്രി 11:30 വരെ ഉണ്ടായിരിക്കും. 11:30-ക്കായിരിക്കും തിരിച്ച് ആ രൂപം നമ്മൾ ആൾക്കാരിലേക്ക് തിരിച്ചു വെക്കുക. പിന്നെയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലത്തെ കുർബാനയെ തുടർന്ന് നമ്മൾ രൂപം എഴുന്നള്ളിച്ച് വെക്കും. വൈകുന്നേരം ഒരു 10-10:30 ആയിട്ട് തിരിച്ച് നമ്മൾ പള്ളിയകത്തേക്ക് ആ രൂപം പ്രദക്ഷിണമായി കൊണ്ടുപോകുന്ന ഒരു ചടങ്ങാണ്. ലക്ഷക്കണക്കിന് 20 ലക്ഷത്തോളം ജനങ്ങളാണ് ഈ ഒരു കാലയളവിൽ ഇവിടെ വന്ന് നേർച്ചയിട്ട് പോകുന്നത്. മുഖ്യ നേർച്ച പൂൻകുല തന്നെയാണ്. അതുപോലെ തന്നെ തുലാഭാരമുണ്ട്, മറ്റ് ഭക്താർത്ഥങ്ങളുണ്ട്. ഇതിപ്പോ നമ്മൾ വർഷത്തിൽ മുഴുവൻ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു പീരീഡിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളെത്തി മാതാവിന്റെ അനുഗ്രഹങ്ങൾ ഇപ്പൊ സന്താന ലബ്ധിക്കും എല്ലാത്തിനും രോഗങ്ങൾക്ക് അങ്ങനെ കൂടുതലായിട്ട് കുട്ടികളുടെ ചോറൂണ് അത് എല്ലാ ദിവസങ്ങളും ഈ ഉച്ച സമയത്ത് കുട്ടികളുടെ ചോറൂണ് ആദ്യക്ഷരം രീതിയിൽ അതെല്ലാം പള്ളിയകത്ത് നമ്മൾ നടത്തുന്നതായിരിക്കും.